ഹലോ ഗായ്സ്, വെൽക്കം ടു ദ കുട്ടീസ് വേൾഡ്. അന്നേരം ഞാൻ ഇന്ന് എല്ലാവർക്കും സ്കൂൾ തുറക്കാൻ സമയമായി. അന്നേരം നമ്മൾ ഇന്ന് എന്താണ് ഷോപ്പിങ്ങിന് പോവാണേ. നമ്മൾ ഇവിടെ ഒന്നുമല്ല ഷോപ്പിങ്ങിന് പോകുന്നേ, നമ്മൾ ചേർത്തലയ്ക്ക് ഷോപ്പിങ്ങിന് പോവുകയാണ്. നല്ല മഴയാ, ബൈക്കിന് പോകാൻ പറ്റത്തില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തി പോകേണ്ടി വരും. അത് മാത്രമല്ല, നമുക്കൊക്കെ ഉള്ള കോട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്തു, ബസ്സിനാണ് ഇന്ന് പോകുന്നേ. ചേർത്തല നമ്മൾ ബസ്സിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ടോൾ ജംഗ്ഷനിൽ ബസ് നോക്കി നിൽക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. അത് കാരണം അധികമൊന്നും വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല മഴയാണ്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ തന്നെ പെയ്തായിരുന്നു. അത് കാരണം നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനും പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വൈക്കത്ത് എത്തി. നമ്മൾ ബോട്ട് കയറിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈക്കത്തുനിന്ന് ബോട്ടിൽ കയറി അപ്പുറം ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ചേർത്തലയാവുമല്ലോ, തവണക്കടവിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ പോകാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാമല്ലോ. കുറേ നാളായി ബോട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടും. അന്നേരം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇവിടെ ആദ്യത്തെ സോളാർ ബോട്ടാണ്. ആദിത്യ അവിടെ കിടപ്പുണ്ടായിരുന്നു. ചെല്ലുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ കാണാറുള്ളൂ കേട്ടോ ആദിത്യ ബോട്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട് ആദിത്യ ബോട്ട് കാണാം. അപ്പം ഞാൻ ചേട്ടൻ പറയായിരുന്നു, നീ അകത്ത് കയറി ഇരിക്കുക എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ബോട്ട് വന്നിട്ട് പോയി. പിന്നെ രണ്ടാമത്തെ നമുക്ക് പോകാനുള്ള ബോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ജെട്ടിയിലേക്ക് അടുക്കുന്നു ബോട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. വിഷ്ണുട്ടനാണേലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ബോട്ട് യാത്ര. ഇനി വലുതായി വരുമ്പോൾ ഇതൊക്കെ ഓർക്കുമെന്ന് അറിയില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബോട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾക്കും അതൊരു ഒരു എക്സ്പീരിയൻസ് ആകും. നല്ല മഴയൊക്കെ ആയത് കാരണം വെള്ളം ഇച്ചിരി കൂടുതലായിരുന്നു. ഞാനാണെങ്കിലും അതെ, കുഞ്ഞിലെയൊക്കെ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഉള്ളൊരു എക്സ്പീരിയൻസോ ഒന്നും ഇല്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് വൈക്കം ആയത് കാരണം ഇടയ്ക്ക് നമ്മളിങ്ങനെ ചേർത്തല പോകണമെങ്കിൽ ബോട്ട് സർവീസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ബോട്ട് യൂസ് ചെയ്തതാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രാവ് കേട്ടോ, ബോട്ട് എടുത്തായിരുന്നേ. അപ്പോൾ ബോട്ട് ഒരു പ്രാവ് അതിലെ കൂടെയൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളിപ്പറേ അക്കരെ ഇറങ്ങി ആ തവണക്കടവിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല, ഒരു സെലിബ്രിറ്റി ഇപ്പോൾ ഇതിലേ കൂടെ നടന്നു പോകും. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഒരു മ്യൂസീഷ്യനാണ്, ഒരു തബലിസ്റ്റാണ്. അപ്പം പുള്ളിയെ ഞങ്ങൾ കണ്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പുള്ളിയുടെ ഇതായി നടന്നു പോകുന്നതാണ് ആൾ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ബസ്സിന് കയറി ഞങ്ങൾ നേരെ ചേർത്തല KSRTC സ്റ്റാൻഡിൽ അവിടെയാണ് ഇറങ്ങുന്നത്. അവിടെ TK ബസാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഫേസ്ബുക്കിലും ഒക്കെ ഫേമസ് ആണ്. TK ബസാറിൽ പോയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ. പുതിയ മോഡൽ കുപ്പി. എനിക്ക് ആദ്യം ഇത് എന്താണെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നേ. അത് കുപ്പിയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കുഞ്ഞുങ്ങളുടെ വാട്ടർ ബോട്ടിലാണ്. ഭയങ്കര വിലക്കുറവിലും നമുക്ക് അഫോർഡബിൾ റേറ്റിലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ പർച്ചേസ് ചെയ്യാം. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. നല്ല രീതിയിലുള്ള ഐറ്റംസും ക്വാളിറ്റി ഐറ്റംസും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഒരു ബാസ്ക്കറ്റ് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. കുറേ സാധനങ്ങൾ, അത് ബുക്ക് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പം നമ്മൾ 6 ബുക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ, 2ാം ക്ലാസ്സിലായത് കാരണം. അപ്പം 6 ബുക്ക് നമുക്ക് ഫ്രീ കിട്ടി. അപ്പം 12 ബുക്ക് നമുക്ക് ഫ്രീ കിട്ടി. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ഒരു വരയിടാത്ത ബുക്ക് കൂടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ചെരുപ്പുകൾ, തുണികൾ, അങ്ങനെയുള്ള എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും, കുടകൾ, നിങ്ങൾക്ക് ഈ വീഡിയോസിലൊക്കെ തന്നെ കാണാം. ഭയങ്കര ഒരു
എന്താ പറയുക, അഫോർഡബിളാണ് എല്ലാം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ്ട് കോഫി ഹൗസ്, തൊട്ടടുത്ത് തന്നെ കോഫി ഹൗസ് ഉണ്ട്, അവിടെ കയറി കോഫി കുടിക്കാനായിട്ട് കയറിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തന്നെ ഞങ്ങൾ ബസ്സിനാണ് വന്നത്. തിരിച്ച് ഞങ്ങൾ വൈക്കത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു മഴ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണേ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ. ടാറ്റാ കൊടുത്തേ. ടാറ്റാ.